അടുത്തായി വേദിയിൽ കഥാപ്രസംഗം സൂപ്പർ സീനിയർ കാറ്റഗറി. കഥാപ്രസംഗം സൂപ്പർ സീനിയർ കാറ്റഗറി. ചെസ് നമ്പർ KAD2. ചെസ് നമ്പർ KAD2. എല്ലാവർക്കും നമസ്കാരം. ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വിശ്വവിഖ്യാതമായ മൂക്ക്. ഒരു മുട്ടൻ വാർത്ത പറന്നു വന്നു, തർക്കങ്ങൾ പലകോറി നീണ്ടുപോയി, പൊതുജനമിങ്ങനെ കുശുകുശുത്തു, ബെടുക്കൂസു മൂക്കാണു പ്രശ്നക്കാരൻ. അമ്പരപ്പിക്കുന്ന വാർത്ത. ബുദ്ധിജീവികളുടെയും ദാർശനികളുടെയും ഇടയിൽ ഇതൊരു വലിയ വാർത്തയായിരിക്കുന്നു. നീണ്ട ഒരു മൂക്ക്, ഇമ്മിണി വലിയ ഒരു മൂക്ക്. ആ മൂക്കിൻ്റെ കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മുടെ കഥാനായകന് വയസ്സ് 24. ഈ വയസ്സിൻ്റെ ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട് കേട്ടോ. മുഖത്തിന് അനുയോജ്യമായ രീതിയിൽ മീശയൊക്കെ വെട്ടി ഒതുക്കി, ലേറ്റസ്റ്റ് ഫാഷനിൽ മുടി ചെയ്യി, ഫാഷൻ അനുസരിച്ച് ഡ്രസ്സ് ചെയ്ത് ഇമ്മിണി മുടുക്കന്മാരായിട്ട് നടക്കും. പക്ഷെ നമ്മുടെ കക്ഷിക്ക് ഇതൊന്നുമില്ല. അദ്ദേഹം ഒരു കുശിനിപ്പണിക്കാരനാണ്. അല്പം കൂടി പരിഷ്കരിച്ച് പറഞ്ഞാൽ ആള് കുക്ക്. അക്ഷരജ്ഞാനിയോ ബുദ്ധിമാനോ അല്ല, കഞ്ഞിക്കറിക്കായി കഷ്ടപ്പെടുന്നവൻ. അക്ഷരജ്ഞാനിയോ ബുദ്ധിമാനോ അല്ല, കഞ്ഞിക്കറിക്കായി കഷ്ടപ്പെടുന്നവൻ. അടുക്കളയാണ് ഇദ്ദേഹത്തിൻ്റെ ലോകം. പുറം ലോകത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല. അല്ലെങ്കിൽ തന്നെ എന്തിനറിയണം? നല്ലവണ്ണം ഭക്ഷണം കഴിക്കുക, സുഖമായി പൊടി വലിക്കുക, ഉണ്ണുക, ഉറങ്ങുക, കുശിനിപ്പണി ചെയ്യുക. മാസങ്ങളുടെ പേര് വരെ ഇദ്ദേഹത്തിന് അറിയത്തില്ല. ശമ്പളം മാസാവസാനം അമ്മ വന്ന് വാങ്ങിക്കൊണ്ടു പോകും. അങ്ങനെ സുന്ദരമായി ജീവിച്ചു വരുമ്പോഴാണ് ആ വലിയ സംഭവത്തിൻ്റെ തുടക്കം. മേൽപ്പറഞ്ഞ സ്വഭാവക്കാരനാണെങ്കിലും ഇടയ്ക്കൊന്ന് കണ്ണാടിയിൽ നോക്കിയപ്പോൾ തൻ്റെ മൂക്കിന് നീളം കൂടി വരുന്നുണ്ടോ എന്നൊരു സംശയം. അടുത്ത ദിവസവും കണ്ണാടിയിൽ നോക്കി, അതെ, എൻ്റെ മൂക്കിന് നീളം കൂടി വരുന്നു. ഒരു മാസം കൊണ്ടത് പൊക്കിൾക്കൊടി വരെ നീണ്ടു വന്നു. ആൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ശ്വാസോച്ഛ്വാസം ചെയ്യാം, മൂക്കിപ്പൊടി വലിക്കാം, വാസന സർവവും തിരിച്ചറിയാം. മറ്റൊരു കുഴപ്പമില്ല. ചരിത്രത്തിൽ ഒത്തിരി മൂക്കന്മാരുണ്ടായി കാണും, പക്ഷേ അതിത്രയും സൂപ്പർ മൂക്കല്ല. ആ പാവത്തിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. ആ പിരിച്ചുവിടലിനെതിരെ ഒരു സംഘടനയും ശബ്ദിച്ചില്ല. പാവം തൊഴിലാളി, പാവം കുശിനിക്കാരൻ. കാരണം മറ്റൊന്നുമല്ല, ഫോട്ടോ എടുക്കുന്നവർ, അഭിമുഖ സംഭാഷണക്കാർ, പത്രം, TV, റേഡിയോ, ഇരമ്പുന്ന മനുഷ്യഗണങ്ങൾ. ആ വീട്ടിൽ നിന്ന് പല സാധനങ്ങളും കളവ് പോയി. ഒരു സുന്ദരിയെ തന്നെ തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമമുണ്ടായി. ഇങ്ങനെ ജീവിച്ചു വരുമ്പോഴാണ് ആ സംഭവത്തിൻ്റെ തുടക്കം. അങ്ങനെ 6 മഹാകവികൾ മൂക്കൻ്റെ അപദാനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് മഹാകാവ്യങ്ങൾ രചിച്ചു. 9 സാഹിത്യകാരന്മാർ മൂക്കൻ്റെ ജീവിത ചരിത്രം എഴുതി പ്രസിദ്ധി നേടി. മൂക്കൻ 3-4 സിനിമയിൽ അഭിനയിച്ചു. മൂക്കൻ അഭിനയിച്ച സിനിമ കാണാൻ ആൾക്കാർ തിരക്ക് കൂട്ടി. വ്യത്യസ്തനാമൊരു മൂക്കനാം പയ്യനെ നാട്ടുകാരെല്ലാരും പുകഴ്ത്തി തുടങ്ങി. വ്യത്യസ്തനാമൊരു മൂക്കനാം പയ്യനെ നാട്ടുകാരെല്ലാരും പുകഴ്ത്തി തുടങ്ങി. ചലച്ചിത്രലോകത്തെ നായകനായവൻ, ചലച്ചിത്രലോകത്തെ നായകനായവൻ, വെറുമൊരു മൂക്കൻ, ഇവനൊരു കേമൻ മൂക്കൻ, ഒരു മണ്ടൻ പൊടിബലിശീലൻ, അതിലോലൻ അക്ഷരസൂര്യൻ, ജനതോഴൻ നമ്മുടെ മൂക്കൻ 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 മൂക്കൻ. മൂക്കൻ്റെ സൗധം ഒരു അതിഥി മന്ദിരമായി മാറി. വീട്ടിൽ വരുന്നവർക്ക് ഭക്ഷണവും വലിക്കാൻ മൂക്കിപ്പൊടിയും നൽകും. മൂക്കൻ സുന്ദരിമാരായ 2 സെക്രട്ടറിമാരെ നിയമിച്ചു. വിദ്യാസമ്പന്നർ. 2 പേരും മൂക്കനെ കയറി അങ്ങ് കലശലായി പ്രേമിച്ചു. ഏത് മണ്ടനെയും ഒന്തിയെറുപ്പനെയും പ്രേമിക്കാൻ സുന്ദരിമാരുണ്ടാകുമല്ലോ. 2 സ്ത്രീകൾ ഒരേ സമയത്ത് ഒരേ പുരുഷനെ പ്രേമിച്ചാലുണ്ടാകുന്ന കുഴപ്പം ഇവിടെയും സംഭവിച്ചു. പൊതുജനങ്ങളും മൂക്കനെ സ്നേഹിക്കുന്നു. പൊക്കിൾ വരെ നീണ്ടു കിടക്കുന്ന അണ്ടകടാഹ മൂക്ക് മഹത്വത്തിൻ്റെ ചിഹ്നമല്ലേ. ലോകത്തിലുണ്ടാകുന്ന പ്രധാന സംഭവങ്ങളെപ്പറ്റി മൂക്കൻ അഭിപ്രായം പറയും. പത്രക്കാർ അത് പ്രസിദ്ധീകരിക്കും. ലോകത്തെ ഉയരം കൂടിയ കൊടുമുടിയിൽ ആൾക്കാർ കയറിയപ്പോൾ
ജനങ്ങൾ ചോദിച്ചു, മൂക്കൻ അതിനെപ്പറ്റി എന്താ അഭിപ്രായം പറഞ്ഞു? മൂക്കനൊന്നും പറഞ്ഞില്ലെങ്കിൽ സംഗതി നിസാരം. പ്രസിഡന്റ് മൂക്കനെ നാസിക പ്രമുഖൻ അവാർഡ് നൽകി ആദരിച്ചു. മൂക്കൻ്റെ കഴുത്തിൽ വജ്രഖചിതമായ ഒരു മെഡൽ ഇട്ടു കൊടുത്തു. ഹസ്തദാനത്തിന് പകരം മൂക്കൻ്റെ മൂക്കിൻ്റെ തുമ്പ് പിടിച്ച് കുലുക്കി. രാഷ്ട്രീയ പാർട്ടികളെല്ലാം മൂക്കനെ തങ്ങളുടെ ആളാക്കാൻ മത്സരിച്ചു. മൂക്കൻ പാർട്ടിയിൽ ചേരണം, സമരങ്ങൾക്ക് മൂക്കൻ നേതൃത്വം കൊടുക്കണം. ഞാനെന്തിനാ പാർട്ടിയിൽ ചേർന്നത്? എനിക്ക് കഴിയേല. ഒരു സുന്ദരി പറഞ്ഞു, എൻ്റെ പാർട്ടിയിൽ ചേരണം. മൂക്കനൊന്നും മിണ്ടിയില്ല. മറ്റേ സുന്ദരിയോട് പോയി ചോദിച്ചു, ഞാൻ വല്ല പാർട്ടിയിലും ചേരണോ? അവക്ക് കാര്യം മനസ്സിലായി. എന്തിന്? ഒരു പാർട്ടിക്കാരൻ മുദ്രാവാക്യം ഇട്ട് കഴിഞ്ഞു, നമ്മുടെ പാർട്ടി മൂക്കൻ്റെ പാർട്ടി, മൂക്കൻ്റെ പാർട്ടി വിപ്ലവ പാർട്ടി, നമ്മുടെ പാർട്ടി മൂക്കൻ്റെ പാർട്ടി, മൂക്കൻ്റെ പാർട്ടി വിപ്ലവ പാർട്ടി. ഇത് കേട്ടപ്പോൾ മറ്റേ പാർട്ടിക്ക് സൂചിച്ചില്ല. അവർ മറ്റേ സുന്ദരിയെ കൊണ്ട് പ്രസ്താവന ഇറക്കിച്ചു. മൂക്കൻ ജനങ്ങളെ വഞ്ചിച്ചു. മൂക്കൻ മൂരാച്ചിയാണ്. മൂക്കൻ്റെ മൂക്ക് വെറും റബ്ബർ മൂക്കാണ്. ആളുകൾക്ക് സംശയം, ഒറിജിനൽ മൂക്കല്ല. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഫോൺ കോളുകൾ. പ്രസിഡന്റിന് ഇറുക്കപ്രതിയില്ലാതായി. മൂക്കൻ നശിക്കട്ടെ, റബ്ബർ മൂക്കൻ്റെ പാർട്ടി നശിക്കട്ടെ. ഇതെല്ലാം കളവാണ്. മൂക്കൻ എന്നെ പ്രേമിക്കുന്നതിൻ്റെ കുശുമ്പാണ്. ഇത് കേട്ട പ്രസിഡന്റും പ്രധാനമന്ത്രിയും ക്ഷോഭിച്ചു. അവർ മൂക്കനെ അറസ്റ്റ് ചെയ്തു. പ്രസിഡന്റിന്റെ പ്രഖ്യാപനമുണ്ടായി. അവർ മൂക്കനെ പരസ്യ വിചാരണ ചെയ്യുന്നു. വിവിധ രാജ്യങ്ങളിലെ 47 ഡോക്ടർമാർ മൂക്കനെ പരിശോധിക്കും. ലോകത്തിലെ പത്രം മുതൽ TV വരെയുള്ള സകല സൂപ്പർ മാധ്യമങ്ങളിലും ഇതിൻ്റെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കും. മണ്ടക്കൂട്ടമല്ലേ ജനം, താനി ബെടുക്കൂസുകൾ. അവർ കലഹങ്ങളുണ്ടാക്കി, വർഗീയ ലഹളകളുണ്ടാക്കി. മൂക്കൻ്റെ സമരത്തിൽ ചിലർ രക്തസാക്ഷികളായി മാറി. പ്രസിഡന്റ് മന്ദിരത്തിന് മുമ്പിൽ മാർച്ച് 9 ജനം തടിച്ചുകൂടി. പ്രസിഡന്റിന്റെ പ്രഖ്യാപനമുണ്ടായി, ജനങ്ങൾ അച്ചടക്കം പാലിക്കണം, പരിശോധന ഉടൻ ആരംഭിക്കും. പ്രസിഡന്റിൻ്റെയും പ്രധാനമന്ത്രിയുടെയും മഹനീയ സാന്നിധ്യത്തിൽ ഒരു മഹാ ഡോക്ടർ, ഒരു കുടവയറൻ, മൂക്കിൻ്റെ തുമ്പ് അടച്ചു പിടിച്ചു. മറ്റേ ഡോക്ടർ സൂചി കൊണ്ട് മൂക്കിൻ്റെ തുമ്പിൽ ആഞ്ഞു കുത്തി. മൂക്കിൻ്റെ തുമ്പിൽ നിന്നും ഒരു തുള്ളി ചോര, ഒരു വിശുദ്ധ ചോര പൊടിഞ്ഞു. മൂക്കൻ്റെ മൂക്ക് റബ്ബറല്ല, തനി ഒറിജിനൽ. മൂക്കൻ്റെ സുന്ദരി സെക്രട്ടറി മൂക്കിൻ്റെ തുമ്പിൽ ചുംബിച്ചു. സിന്ദാബാദ് സിന്ദാബാദ്, നാസിക പ്രമുഖൻ സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ്, ഒറിജിനൽ മൂക്കൻ സിന്ദാബാദ്. പ്രധാനമന്ത്രി മൂക്കനെ രാജ്യസഭയിലേക്ക് റിക്രൂട്ട് ചെയ്തു. മൂക്കൻ MP, യൂണിവേഴ്സിറ്റികൾ MH, DH, PhD നൽകി മൂക്കനെ ആദരിച്ചു. മൂക്കൻ ഡോക്ടറേറ്റ് ഓഫ് ലിറ്ററേച്ചർ. മണ്ടന്മാരല്ലേ ഈ പൊതുജനമെല്ലാം, ചിന്തിക്കാൻ കഴിവില്ലി കഴുതകൾക്കെല്ലാം. മണ്ടന്മാരല്ലേ ഈ പൊതുജനമെല്ലാം, ചിന്തിക്കാൻ കഴിവില്ലി കഴുതകൾക്കെല്ലാം. മണ്ടക്കൂട്ടത്തെ ഭരിക്കുന്ന ഈ സർക്കാർ മൂക്കനെ കിട്ടാത്ത സുന്ദരിയുടെ പാർട്ടിക്കാർ പറഞ്ഞു, മൂക്കൻ നശിക്കട്ടെ, റബ്ബർ മൂക്കൻ്റെ പാർട്ടി നശിക്കട്ടെ. ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും സ്നേഹിച്ച് വിശ്വസാഹിത്യത്തിലേക്ക് ഉയർന്ന നമ്മുടെ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ തൻ്റെ സാഹിത്യ പ്രശസ്തിയെ ഈ മൂക്കിനോട് ഉപമിച്ചിരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വേദിയിലെടുത്തായി കഥാപ്രസംഗം സൂപ്പർ സീനിയർ, ചെസ് നമ്പർ KAD1. Stage 2, chess number RE4, recitation, English. മാന്യസദസ്സിന് വന്ദനം. ചിലപ്പതികാരം എന്ന മഹാകാവ്യത്തിലെ മധുനിശന്തിയായ കഥ കണ്ണകി നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന കഥ. ചോളനാട്ടിലെ കാവേരിപ്പൂ പട്ടണം, മഹാപ്രഭുക്കളുടെ മഹാനഗരം. ആ പട്ടണത്തിലെ ബനി സ്റ്റേഷനാണ് കോവലൻ. ആ യുവാവ് മഹാധനികൻ മാത്രമല്ല, ദേവരൂപനാണ്
കോമളൻ തീരങ്ങി വന്നൊരിന്ദ്ര തുല്യനാണവൻ. ഏവരും പുകഴ്ന്നു പാടുമാവണീശ്വരൻ, സർവസദ്ഗുണങ്ങളും തികഞ്ഞ കോവലൻ. സർവ സൗഭാഗ്യങ്ങളും തികഞ്ഞ കോവലന്റെ പ്രിയ പത്നിയാണ് കണ്ണകി. മാതൃകാ ദമ്പതികളായി അവർ ജീവിതോത്സവം ആസ്വദിക്കുകയാണ്. സുന്ദരിയും സുശീലയുമായ കണ്ണകി ആണ്ടവൻ കോവിൽ വെച്ച് ആദ്യമായി കണ്ടുമുട്ടിയ അസുലഭ നിമിഷത്തെ അവൻ ഇടയ്ക്കിടെ അവളെ ഓർമ്മിപ്പിക്കും. തിരുനടയിൽ തൊഴുതു നിന്ന തമ്പുരാട്ടി, കവിളിണയിൽ കതിർ ചൊരിയും കോമളാങ്കി, കനകമയം തനു നിറവും കരിമിഴിയാണേ, മമ ഹൃദയം തവ സദനം പൂമൊഴിയാണേ. കണ്ണകി, ഉണ്ണി കടിച്ചത് എൻ മഹാഭാഗ്യം. നീയില്ലാമൽ എനിക്ക് വാഴ്വേ ഇല്ലേ. അത് കേൾക്കെ നാണം കൊണ്ട് അവളുടെ കവിളുകൾ തുടുത്തുപോകും. ആഹ്ലാദകരമായ ദിനരാത്രങ്ങൾ കൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. ആയിടെ അമ്മൻ കോവിൽ ഉത്സവത്തിന് കൊടി കയറി. തോരണങ്ങളും കമ്മാരങ്ങളുമായി തെരും തെരോട്ടും ഉണർന്നു. എല്ലാത്തിനും മുൻപന്തിയിൽ അതാ കോവലൻ തന്നെ. തെരുക്കൂത്താരംഭിച്ചു. നാട്ടിലും പേരുകെട്ട അഴകറാണി മാധവിയാണ് നർത്തകി. ദീപകാന്തി തെളിഞ്ഞു. നൃത്തവേദി ഉണർന്നു. മിന്നൽ കൊടി പോലെ ചടുല താളമേളങ്ങളിൽ മതിമറന്നാടുന്ന മാധവി ഒരു സ്വർഗറാണിയായി മാറി. ആനന്ദലഹരിയിൽ അകം നിറഞ്ഞാടുന്ന ആയിരങ്ങൾ. നൃത്തം അവസാനിച്ചു. കരഘോഷങ്ങൾക്ക് മുൻപിൽ കൈതൊഴുത് നർത്തകി അണിയറയിലേക്ക് മടങ്ങി. മായികമായി ഏതോ വിഭ്രാന്തിയിൽ മതിമറന്നു നിന്ന കോവലൻ അതാ അണിയറയിലേക്ക് പായുന്നു. അവിടെ സ്വപ്നം വിടരുന്ന കടുമിഴികളോടെ പുഞ്ചിരിയുമായി നിൽക്കുന്നു മാധവി. ഞൊടിയിടയിൽ കോവലൻ തന്റെ രത്നഹാരം ഊരി അവൾക്ക് നേരെ നീട്ടി. മണികിലുങ്ങുമ്പട്ടിൽ കുലുങ്ങിച്ചിരിച്ച് അവൾ ആ കൈകൾ നീട്ടി. ഇരു കൈകളും അല്പം സമയം അവിടെ പുണർന്നു നിന്നു. പ്രിയരെ, കോവലിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു ആ നൃത്തസന്ധ്യ. അന്ന് തൊട്ട് അവൻ ആളാകെ മാറി. വീട്ടിൽ വരുന്ന പോലും വല്ലപ്പോഴുമാണ്. അവന് കണ്ണകിയെ കാണുന്നതിന് ചതുർത്തിയണിഞ്ഞു. തന്റെ പ്രീതമ്മയുടെ മദ്യപിച്ച് ബഹളം കൂട്ടുന്ന തന്റെ പ്രീതമന്റെ കാലിൽ പിടിച്ച് അവൾ കരഞ്ഞപേക്ഷിച്ചു ചോദിച്ചു, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അങ്ങ് എന്തിനിങ്ങനെ നശിക്കുന്നു? മാറി നില്ലടി പിണമേ. ആരനീ കുന്നി മഴുത്തു പോ പുറത്തു പ്രേതമേ. മാധവി എനിക്ക് സ്വർഗരാജ്യമാണു കാമിനി. ആ മനോഹരങ്കി നിന്ന ചുറ്റുവാട്ടമെത്തുവാൻ 7 ജന്മമെങ്കിലും ജനിക്കണം നീ ഓർക്കണം. ചവിട്ടേറ്റ വേദനയിലും ആ പാവം ധർമ്മപത്നി കണ്ണവനു വേണ്ടി പ്രാർത്ഥിച്ചു. കടവുളെ കാപ്പാത്തുങ്കോ, എൻ കണവനെ കാപ്പാത്തുങ്കോ. ചവിട്ടിക്കുടഞ്ഞെറിയുമ്പോഴും തന്റെ പ്രീതമന് സൽബുദ്ധി തോന്നുവാൻ ദൈവത്തോട് കരഞ്ഞപേക്ഷിക്കുന്ന സ്ത്രീരത്നങ്ങൾ ഭാരതത്തിന്റെ മാത്രം പാരമ്പര്യമാണ്. അത് മാതാവുമാർ പരിഹസിക്കുന്ന പോലെ അവർ അടിമകളോ അബലകളോ ആയതുകൊണ്ടല്ല, മറിച്ച് കുടുംബ നന്മയുടെ കുലമഹിമയുടെ ദേവീ രൂപങ്ങളായതുകൊണ്ടാണ്. കണ്ണകിയുടെ കണ്ണീരിൽ കുതിർന്ന നാളുകൾ കൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. കോവലൻ തിരിച്ചു വന്നില്ല. കാഞ്ചീപുരത്ത് മട്ടുപ്പാവിൽ മാധവി കോവലനെ മയക്കി എടുക്കുകയാണ്. ആടിയും പാടിയും പ്രണയപൂവാടിയിൽ ഇരുകോകിലങ്ങൾ പോലെ ഭ്രമിച്ചുവാണു. പാടി മറന്നവൻ സർവസമ്പത്തും നൽകി പ്രേമദാമത്തെ തന്നെ സ്വന്തമാക്കിയിടാൻ വെമ്പി. മാധവിയുടെ മായാവലയത്തിൽ കുടുങ്ങിയ കോവലൻ അവൾ ആഗ്രഹിച്ചതെന്തും ആ കാൽ കീഴിൽ സമർപ്പിച്ചു. ആ നർത്തക്കാരിയുടെ കടക്കൺ കോണിൻ ഒരു കളിപ്പാവയെ പോലെ കോവലൻ കുരുങ്ങിക്കിടന്നു. നേരല്ലേ, സരസസുന്ദരിയായ ഒരു പെണ്ണ് കാരണം എത്ര മഹാവീരുക്കളാണ് നിലം പതിച്ചതെന്ന് കേരള സമൂഹം കണ്ടതല്ലേ. എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ മാധവിയുടെ മട്ടുമാറി. കോവലിന്റെ മുഖത്ത് നോക്കി അവൾ അട്ടഹസിച്ചു. കണ്ട മദ്യപന്മാർക്ക് കയറിറങ്ങാനുള്ള സത്രമല്ലത്, കടക്കുപുറത്ത്. മാധവി, ഇത് നീ തന്നെയോ? അതെ, ഞാൻ തന്നെ. എന്തേ മേടിച്ചു നോക്കുന്നേ, കാക്കാശിന് കൊള്ളാത്തവൻ. അവൾ അവന്റെ മുഖത്ത് നോക്കി അട്ടഹസിച്ചു. ആ വാതിലുകൾ കൊട്ടിയടച്ചു. സർവസമ്പാദ്യവും നഷ്ടപ്പെട്ട ഹതഭാഗ്യവാൻ തീയുന്ന മനസ്സുമായി തെക്കിലൂടെ നടന്നു. ഒരു കുന്നനെഞ്ചുമായി ഒരു ഭ്രാന്തനെ പോലെ തെരുവിൽ വിതുമ്പുന്നു പാവം. ഇനി ഏതു പാത ഇരുളാണ്ട വഴിയിൽ ഒരു കുഞ്ഞു താരവുമില്ല. ഇനി ഏതു പാത ഇരുളാണ്ട വഴിയിൽ ഒരു കുഞ്ഞു താരവുമില്ല.
ആ പാതിരാവിലും കൊളുത്തി വെച്ച കൽവിളക്കിന് മുമ്പിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി വിതുമ്പുകയായിരുന്നു കണ്ണകി. പെട്ടെന്ന് പുറത്തൊരു കാലൊച്ച. യാരത് യാരത്? അവൾ കരുതി വെച്ച കൊടുവാൾ കയ്യിൽ എടുത്തില്ല. അന്നതിന്റെ ആവശ്യവുമില്ല. കാരണം അന്നത്തെ സമൂഹം ഇന്നത്തെ പോലെ പൈശാചികമായിരുന്നില്ല. ഇന്നാണെങ്കിലോ 90 കഴിഞ്ഞ വൃദ്ധക്കൾക്ക് പോലും രക്ഷയില്ല. യാരത്? അവൾ ജനൽപ്പഴുതിലൂടെ നോക്കി. കടവളെ, കടവളെ കോവലൻ! അവൾ ഓടിച്ചെന്ന് വാതിൽ തുറന്ന കാൽ കീഴ് തൊട്ട് വന്നിച്ചു. വാങ്ക, ഉള്ള വാങ്ക. കണ്ണകി, കാരുണ്യമർഹിക്കാത്ത മഹാപാപിയാണ് ഞാൻ. എനിക്ക് മാപ്പ് തരൂ. അങ്ങനെ പറയരുത്. തെറ്റുപറ്റുക മനുഷ്യ സഹജമല്ലേ. എനിക്ക് അങ്ങേ തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. ആ ധർമ്മപത്നിയുടെ സ്നേഹത്തിന് മുമ്പിൽ കോവലിന്റെ മനസ്സിലെ തീയണഞ്ഞു. കണ്ണകി, ജീവിക്കാൻ നമുക്കിനി എന്തു മാർഗം? വഴിയുണ്ട്. അവൾ ഓടിച്ചെന്ന് പെട്ടി തുറന്ന പട്ടുമതി കയ്യിലെടുത്തു. നോക്കൂ, മംഗല്യനാളിലൻ താതനണീച്ച പൊൻചിലമ്പാണിതു വാങ്ങൂ. പാരിലമൂല്യമാം രത്നജാലങ്ങൾ തൻ മഞ്ജിര സിഞ്ചിതം കേൾക്കു നിങ്ങൾ. മഞ്ജിര സിഞ്ചിതം കേൾക്കു നിങ്ങൾ. അങ്ങ് എന്തിനു വിഷമിക്കുന്നു? എനിക്ക് അച്ഛൻ സമ്മാനിച്ച ഈ പൊൻചിലമ്പുകൾ ഒരെണ്ണം വെച്ചാൽ മതി. ഏറെ കാലം നമുക്ക് സുഖമായി ജീവിക്കാം. മുടങ്ങിപ്പോയ വാണിപ്പം വീണ്ടും ആരംഭിക്കുകയും ചെയ്യാം. ആ ധർമ്മപത്നിയുടെ സ്നേഹത്തിനു മുൻപിൽ കോവലിന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. നാരീശുകർമ്മം പുരുഷസ്യ ഭാഗ്യം എന്ന മഹത് വചനം അനുഭവിച്ചറിയുകയായിരുന്നു കോവലൻ. പിറ്റേന്ന് തന്നെ ആ ചിലമ്പുമായി കോവലൻ മധുരയ്ക്ക് പുറപ്പെട്ടു. പേരുകേട്ട രത്നവ്യാപാരിയായ മധുരവീര പെരുന്തട്ടാന്റെ കടയിൽ ചെന്നു. കൂട്ടവയറും കുറുക്കൻ കണ്ണുമായ പെരുന്തട്ടാൻ ചിലമ്പ് വാങ്ങി മറിച്ചും തിരിച്ചു നോക്കി. കൊഞ്ചം പെരുന്തട്ടാൻ ചിലമ്പുമായി അകത്തേക്ക് പോയി. ഏറെ കഴിഞ്ഞില്ല, ഒരു കുതിരവണ്ടി പാഞ്ഞ് കടയുടെ മുന്നിൽ വന്നു. ചാടിയിറങ്ങിയ രാജഭടന്മാർ കോവലിനെ വണ്ടിയിലേക്ക് വലിച്ചഴിച്ചു. തമ്പുരാട്ടിയുടെ ചിലമ്പ് കേട്ട പെരുങ്കള്ള, കയറടാ വണ്ടിയില്. പെരുന്തട്ടാൻ കൂട്ടവയറും കുലുക്കി ചിരിച്ചു. താൻ തട്ടിയെടുത്ത തമ്പുരാട്ടിയുടെ പൊൻചിലമ്പ് പോലൊന്ന് തന്റെ കയ്യിൽ തന്നെ വന്നുപെട്ടത് മഹാഭാഗ്യം. കള്ളനെ പിടിച്ചു കൊടുത്തതിനുള്ള സമ്മാനം വേറെയും ആണ്ടവാ. വാർത്ത കാട്ടുതീയായി. തമ്പുരാട്ടിയുടെ ചിലമ്പേട്ട് കള്ളനെ കാണാൻ ജയം കൊട്ടാരത്തിലേക്ക് ഓടി. ചിലമ്പും ഉയർത്തിപ്പിടിച്ച് പാണ്ഡ്യമനൻ ആജ്ഞാപിച്ചു. തലവെട്ടിയെറിയുവിൻ തെരുവിലെ കള്ളനെ. ഇനിമേൽ ഇതുപോൽ കവർച്ചയുണ്ടാല. ഇത് പാഠം ഈ പാണ്ഡ്യമന്നന്റെ ശാസനം. കഴുത്തുമരം വീഴണം മധുരയ്ക്ക് മാതൃക. ഒന്നും മിണ്ടാനോ ഉറക്കെ കരയാനോ കഴിയുന്നതിനു മുമ്പ് കോവലിന്റെ തല തെറിച്ചു വീണു. ചുടുരക്തം ചീറ്റിയൊഴുകി. വാർത്ത കേട്ട് നടുങ്ങിയ കണ്ണകി അഴിഞ്ഞുലഞ്ഞ മുടിയോടെ തീപ്പാർന്ന കണ്ണുകളോടെ കൊട്ടാരത്തിലേക്ക് ഓടി. സിംഹാസനത്തിരിക്കുന്ന മന്നനെ നോക്കിയോൾ അലറി. അധികാരമത്തനായി അലറുന്ന മന്നവ, അപരാധിയോ എന്റെ കാന്തൻ. തലവെട്ടി നീ പെയ്ത രുതിരമേ സാക്ഷി. അറിയാത്ത പൊരുളറിഞ്ഞോളൂ, അറിയാത്ത പൊരുളറിഞ്ഞോളൂ. എന്ത് ധിക്കാരം വിളമ്പുന്നു? നമ്മുടെ പ്രീതമയുടെ ചിലമ്പ് കേട്ട നിന്റെ ഭർത്താവ് അപരാധിയല്ലെന്നോ? മന്നവ, നേരറിയാത്ത നിങ്ങൾക്ക് നേരെ ഞാൻ കാട്ടിത്തരാം. നോക്കൂ, നിങ്ങൾ പിടിച്ചു വാങ്ങിയ പൊൻചിലമ്പിന്റെ ജോഡിയാണിത്. ഇനി പറയൂ, തമ്പുരാട്ടിയുടെ ചിലമ്പിൽ മുത്തോ രക്തമോ? മുത്ത് നിറച്ച ചിലമ്പാണത്. എങ്കിൽ കണ്ടുകൊള്ളൂ, ഈ ചിലമ്പിൽ രക്തമാണ്, അമൂല്യ രത്നങ്ങൾ. അവൾ ആ ചിലമ്പ് സഭാമണ്ഡപത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ചിലമ്പ് പൊട്ടി, രത്നങ്ങൾ 4 പാടും ചിതറി. തമ്പുരാൻ നടുങ്ങി, കാണികൾ കിടലം കൊണ്ടു. ഒരു നിമിഷം പ്രതികാര ദുർഗയായ കണ്ണകി തന്റെ വലതുമുല പറിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു, മന്നവ, നീയോ നിന്റെ സർവസ്വം ചാമ്പലാകട്ടെ. അത് പറഞ്ഞ് കണ്ണകി തളർന്ന് താഴെ വീണു. പെട്ടെന്ന് കൊടുങ്കാറ്റുണർന്നു. കാറ്റിലുടനീളം അഗ്നിജാലകൾ കത്തിപ്പടർന്നു. മധുരാപുരിയും കൊട്ടാരവും പാണ്ഡ്യമന്നനും അവന്റെ സർവസ്വം ചാമ്പലായി. പ്രിയരെ, ധർമ്മം പഴിച്ച ഭരണാധികാരികൾക്ക് ആ ധർമ്മം തന്നെ അന്തകനാകും. ഒന്നുകൂടി, പെണ്ണിന്റെ കണ്ണീരഗ്നിയിൽ കത്തിച്ചാമ്പലാകും ഏത് ഭരണകൂടവും.
നന്ദി, നമസ്കാരം. അടുത്തതായി വേദിയിൽ കഥാപ്രസംഗം സീനിയർ രംഗത്ത് ചെസ് നമ്പർ KAD3. KAD3. കഥാപ്രസംഗ കലയുടെ ആരാധകർക്ക്, ആസ്വാദകർക്ക്, അഭ്യുദയകാംക്ഷികൾക്ക് എൻ്റെ ഹൃദയാഞ്ജലി. നിയമങ്ങൾ, നിബന്ധനകൾ, കൽപ്പനകൾ, തത്വങ്ങൾ സർവവും മറന്നാടും മലയാള നാട്. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പേര് മാറ്റാൻ സമയമായി. കണ്ണുനീർത്തുള്ളികൾ വീണുടയുന്നോരെ കണ്ടില്ലെന്നു നടിക്കുന്നു രാഷ്ട്രീയ കേരളം. ഞാൻ അവതരിപ്പിക്കട്ടെ തമസോമ ജ്യോതിർഗമയ. കഥ ആരംഭിക്കുമ്പോൾ ഞാൻ അവളുടെ ഗ്രാമത്തിലേക്ക് പുറപ്പെടുകയാണ്. നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാം. ഹരിത മനോഹര വയലേലകളാൽ സമൃദ്ധമാണീ ഗ്രാമം. ഇഴനീർക്കുടങ്ങളേന്തും കേരപ്പെൺകൊടിമാരുടെ ഗ്രാമം. പിന്നെ കലകളും പാടുന്ന പൂന്തേൻ പുഴയും സുന്ദരിയാക്കിയ ഗ്രാമം ചന്ദ്രഗിരി. കലകളും പാടുന്ന പൂന്തേൻ പുഴയും സുന്ദരിയാക്കിയ ഗ്രാമം ചന്ദ്രഗിരി, സുന്ദരിയാക്കിയ ഗ്രാമം. ചന്ദ്രഗിരിയിൽ എന്താണ് വിശേഷമെന്നല്ലേ ഈ നോട്ടത്തിന്റെ അർത്ഥം? പറയാം. അവിടെ ഒരു കവാടം കണ്ടോ? കണ്ടല്ലോ. ആ കവാടത്തിന് മുകളിൽ അർത്ഥവൃതാകൃതിയിൽ ഒരു കമാനം കണ്ടോ? ആ, അതിലെ രജതവർണം ചൂടിയ ആംഗല ലിപികൾ ഒന്ന് ചേർന്ന് വായിച്ചേ. കാണത്തില്ലേ? ഞാൻ വായിക്കാം. ഗവൺമെന്റ് കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ചന്ദ്രഗിരി. ഒരു എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞാൽ എന്താ? അഗ്നിച്ചിറകുമായി നക്ഷത്രരാജ്യം തേടും മനുഷ്യനെ വാർത്തെടുക്കാൻ. ഗവൺമെന്റ് കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ചന്ദ്രഗിരി. 6 മാസം മുമ്പ് TV-യിൽ എക്സ്ക്ലൂസീവ് എന്നും പറഞ്ഞൊരു വാർത്ത വരുന്നത് ഓർക്കുന്നില്ലേ? ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. നമസ്കാരം, സൂര്യകാന്തിയുടെ വാർത്താ ലാബിലേക്ക് സ്വാഗതം. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് നാർക്കോട്ടിക് സെന്റർ റെയ്ഡ്. ഒരു സീനിയർ വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തു. വിശദാംശങ്ങളുമായി ചന്ദ്രഗിരിയിൽ നിന്നും സുജാത നമ്മോടൊപ്പം ചേർന്നു. സുജാത, എപ്പോഴാണ് റെയ്ഡ് തുടങ്ങിയത്? ഇപ്പോഴും റെയ്ഡ് തുടങ്ങുകയാണോ? സുജാത, കേൾക്കാമോ? ആ സിത്താര ഇന്ന് രാവിലെ 11 മണിയോട് കൂടെയാണ് അറസ്റ്റ് ചെയ്തത്. നരേന്ദ്രൻ എന്ന വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തു. നരേന്ദ്രൻ ധനകാര്യമന്ത്രിയുടെ PI അനിരുദ്ധിന്റെ മകനാണ്. ഉന്നത സമ്മർദ്ദത്തിന്റെ തുടർന്നാണ് കേസെടുക്കാതെ വിട്ടെന്ന് കോളേജിലെ ഒരു വിഭാഗം കുട്ടികൾ ആരോപിക്കുന്നു. ഓക്കെ സുജാത, ഞാൻ തിരിച്ചു വരാം. ഓർക്കുന്നില്ലേ ആ ചന്ദ്രഗിരി കോളേജ്? അന്നൊരു തിങ്കളാഴ്ച ചന്ദ്രഗിരി കോളേജിൽ നിന്നും ഒരു ജാഥ പ്രധാന കവാടം തുറന്ന് പുറത്തേക്ക് വരുന്നു. 500-ലധികം പെൺകുട്ടികൾ ചന്ദ്രഗിരിയുടെ കാതുകളിൽ അവരുടെ സമരകഹളം ഉയരുകയാണ്. ലഹരികളിൽ നീരാടി തളരുന്നൊരു തലമുറ തൻ താവളമായി മാറുകയാണിവിടം. ലഹരികളിൽ നീരാടി തളരുന്നൊരു തലമുറ തൻ താവളമായി മാറുകയാണിവിടം. മദ്യത്തിനും മയക്കുമരുന്നിലും നിന്ന് എതിരെ ഒരു പുതിയ സംഘടന. പതിവ് പോലെ ലഘുലേഖകൾ വിതരണം ചെയ്യുന്ന തിരക്കിലാണ് സംഘടനയുടെ പ്രസിഡന്റ് രാധിക. ഉറ്റത്തോഴി വിനീത അവളുടെ കാതിൽ മന്ത്രിച്ചു. അവനവിടെ നിപ്പുണ്ട് നരേന്ദ്രൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ,
മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിലും നിന്നും ഈ ചന്ദ്രഗിരി കോളേജിനെ രക്ഷിക്കാൻ ഒരു ദൈവദൂതനും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അധ്വാനിച്ചും പണം കടമെടുത്തും പഠിക്കുന്ന നമുക്ക് മാത്രമാണ് നഷ്ടം. അതുകൊണ്ട് ക്യാമ്പസിന് ശാപമായിരിക്കുന്ന ആ നിൽക്കുന്ന കാബാലികനോട് ഞാൻ പറയുന്നു, ഇല്ല നടക്കില്ല നിന്റെ കൂത്താട്ടം ഈ പുണ്യവിദ്യാലയം മുറ്റത്തു നാശമേ നിന്നെ തകർത്തു തരിപ്പണമാക്കുന്ന പെൺകുറുത്താനു ഞാൻ ഓർത്തു വെച്ചോ. ഇല്ല നടക്കില്ല നിന്റെ കൂത്താട്ടം ഈ പുണ്യവിദ്യാലയം മുറ്റത്തു നാശമേ നിന്നെ തകർത്തു തരിപ്പണമാക്കുന്ന പെൺകറുത്താനു ഞാൻ ഓർത്തു വെച്ചോ. നിർത്തടി, കുറെ ദിവസമായി നീ കിടന്ന് കുറയ്ക്കുന്നു. വിൽക്കും കഞ്ചാവ്, ഹാഷിഷ്, ഹെറോയിൻ, എഫിട്രിൻ. തടയാൻ പറ്റുമോ നിനക്ക്? അയാളൊരു ബൈക്കിൽ കയറി പാഞ്ഞുപോയി. പിറ്റേന്ന് രാവിലെ രാധികയും വിനീതയും കോളേജിൽ വരുന്നു. അളിയ, അവൾ വരുന്നുണ്ട്, തുടങ്ങാം. നാണമില്ലല്ലോ മാനമില്ലല്ലോ ഞങ്ങളുടെ ഓമന തമ്പുരാട്ടി, നാട്ടിലറിഞ്ഞേ കൂട്ടരറിഞ്ഞേ ഓർക്കുമ്പോ നാണം വരുന്നു പൊണ്ണെ. നാണമില്ലല്ലോ മാനമില്ലല്ലോ ഞങ്ങളുടെ ഓമന തമ്പുരാട്ടി, നാട്ടിലറിഞ്ഞേ കൂട്ടരറിഞ്ഞേ ഓർക്കുമ്പോ നാണം വരുന്നു പൊണ്ണെ. ഇന്നലെ വാട്സപ്പിൽ കണ്ടായിരുന്നു തമ്പുരാട്ടിയുടെ തരക്കേടില്ലാത്ത കുറച്ച് പടങ്ങൾ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അത് ശരി, ഇപ്പൊ കുറ്റം ഞങ്ങൾക്കായോ? എന്നാ കണ്ടോടി. വിനീതേ, ഇതിന്റെ പിന്നിൽ അവനാ, നരേന്ദ്രൻ. കമ്പ്യൂട്ടർ ലാബിന്റെ വാതിക്കലിൽ നിൽക്കുന്നു നരേന്ദ്രൻ. ഡാ, ഒരു കമ്പ്യൂട്ടറും ഫോട്ടോഷോപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയറും ഉണ്ടെങ്കിൽ നിന്റെ അമ്മയുടെ ഫോട്ടോ ഇതുപോലെ ആക്കി തരാം. കാണണോ നിനക്ക്? ഹേ, നരേന്ദ്രൻ ആഗ്രഹിക്കാൻ കാണുന്നത് മറ്റൊരു ചിത്ര. കോളേജിന്റെ നോട്ടീസ് ബോർഡിൽ ഭിത്തികൾ നിറയെ കടന്നു പോകുന്ന വാഹനത്തിൽ നിന്റെ ചിത്രം, അടിയിൽ 2 പനിനീർ പൂക്കൾ, പിന്നെ മനോഹരമായ ഒരു അടിക്കുറിപ്പും. പ്രിയ കൂട്ടുകാരിക്ക് ആദരാഞ്ജലികൾ. മനസ്സിലായോടി? അവൾ അതിന് മറുപടി പറഞ്ഞില്ല. നേരെ പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക്. സാറേ, വാട്സാപ്പിൽ എൻ്റെ അശ്ലീല ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് അവനാ, നരേന്ദ്രൻ. എന്നെ കൊല്ലുമെന്ന് അവന് ഭീഷണിപ്പെടുത്തിയേക്കുന്നേ. ഈ ക്യാമ്പസിനെ മയക്കുമരുന്നിന്റെ താവളമാക്കിയേക്കുന്നത് അവനാ സാർ. രാധിയെ, നരേന്ദ്രന്റെ അച്ഛൻ ഭരണകക്ഷിയിൽ സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാവാ. എനിക്ക് റിട്ടയർ ചെയ്യാൻ ഇനി 1 വർഷവും കൂടെ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് വല്ല അഴിമതി കേസിലും കുടുക്കി പെൻഷന് പോലും കിട്ടില്ല. അതുകൊണ്ട് നിവൃത്തിയില്ല. എൻട്രൻസിന് ഏറ്റവും കൂടുതൽ റാങ്ക് വാങ്ങി വരുന്നവരാണ് ഇവിടെയുള്ള എല്ലാ കുട്ടികളും. പ്രിൻസിപ്പൾ ചോദിച്ചു, ISROയിലെ നമ്പിനാരായണത്തിന്റെ ഗതി എനിക്ക് വരുന്നത് നിനക്ക് കാണണോ അല്ലേ? മധ്യാഹ്നവേളകൾ സമരോജ്വലം, വീണ്ടും കഴിഞ്ഞു പോയി 7 ദിനങ്ങൾ. പ്രിൻസിപ്പളുടെ ഓഫീസ് റൂമിൽ. ഹലോ, യെസ് പ്രിൻസിപ്പൽ, ചന്ദ്രഗിരി കോളേജ്. ആക്സിഡന്റോ? രാധികയ്ക്കോ? ഏത് ഹോസ്പിറ്റലാ? ഞാനിതാ വരുന്നു. അത്യാഹിത വിഭാഗത്തിൽ അർത്ഥപ്രാണനുമായി രാധിക. തൊട്ടടുത്ത് സിസ്റ്റർ ജസിന്ത, 4 ഡോക്ടർമാർ. അവളുടെ അധരങ്ങൾ ചലിച്ചു തുടങ്ങി. സാറ്, ഞാൻ പോകോ? മണിക്കൂറുകൾ കടന്നുപോയി. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും പുറത്തിറങ്ങി വരുന്നു ഡോക്ടർ സോമസുന്ദരൻ. ഈ ചന്ദ്രഗിരി കോളേജിന്റെ പ്രിൻസിപ്പൽ ഞാനാ. രാധികയ്ക്ക് തലച്ചോറിന് ക്ഷതമേറ്റിട്ടുണ്ട്. കഴിയുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു. സോറി. രാധിക പോയെ. ഹോസ്പിറ്റൽ വരാന്തയിൽ ജീവശവം പോലെ പ്രിൻസിപ്പൽ. കൺപീലി മെല്ലെ നനഞ്ഞുമീയോരം കണ്ണീർ തടാകങ്ങളായി മാറി. കൺപീലി മെല്ലെ നനഞ്ഞുമീയോരം കണ്ണീർ തടാകങ്ങളായി മാറി. പിറ്റേന്ന് രാവിലെ രാധികയുടെ മൃതദേഹം ആംബുലൻസിൽ നിന്നും ഇറക്കാൻ ശ്രമിക്കുന്നു നരേന്ദ്രനും കൂട്ടുകാരും. വിനീത ജനത്തിന്റെ മുമ്പിലെത്തി. വേണ്ട വേണ്ട, അവളെ ഞങ്ങൾ എടുത്തോളാം. വേദിയുടെ ഒരു വശത്ത് നിർമ്മഴയോടെ അനുശോചനം അറിയിക്കുന്നു സിസ്റ്റർ ജസിന്ത. സ്നേഹമുള്ളവരെ, ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ലെന്ന് എനിക്കറിയാം. 19 വർഷം മുമ്പ് ഞങ്ങളുടെ അനാഥ മന്ദിരത്തിൽ
ആരും ഉപേക്ഷിച്ച് പോയ പെൺകുഞ്ഞിനെ ഈ കൈ കൊണ്ട് ഞാനാണ് വളർത്തിയത്. താങ്ങാനാവാത്ത വേദനയുണ്ട്. എങ്കിലും ഞാൻ സമാധാനപ്പെടുന്നു. ഒരു വലിയ സമൂഹത്തിന്മയ്ക്കെതിരെ, മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പോരാടിക്കൊണ്ടാണ് എൻ്റെ വളർത്തുപുത്രി യാത്ര ചോദിക്കുന്നത്. യാത്രയയക്കുകയാണിവിടെ കണ്ണീർ മഴയിൽ കുതിരുമ്പോൾ നിൻ പുഞ്ചിരിയും വാക്കുകളും നൊമ്പരമാകുകയാണിവിടെ. കുറച്ചു ദിവസം ശേഷം ക്യാമ്പസിനുള്ളിലേക്ക് ഒരു പോലീസ് ജീപ്പ് പാഞ്ഞെത്തി. പുറത്തിറങ്ങി വരുന്നു DYSP ഹരിമേനോൻ. അദ്ദേഹം പറഞ്ഞു, മിസ്റ്റർ നരേന്ദ്രൻ, യു ആർ അണ്ടർ അറസ്റ്റ്. എന്താ സാർ, എന്താ പ്രശ്നം? നീ ഒന്നും അറിഞ്ഞില്ലല്ലേ? വണ്ടി ഇടിച്ച സ്പോട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തിയ തകർന്ന ഫോണിന്റെ സിം കാർഡ് 5353170039 നിന്റെ പേരിൽ എടുത്തേക്കുന്ന നമ്പർ. ഇത് നോക്ക്. ട്രാഫിക് പോലീസിന്റെ സ്പീഡ് കൺട്രോൾ ക്യാമറയിൽ നീ വണ്ടി ഇടിക്കുന്ന ദൃശ്യം. നീ ഒന്നും അറിഞ്ഞില്ലല്ലേ? വിനീത ഒരു ദീപശിഖയിൽ അവിടുന്ന് കൊളുത്തി മുന്നിൽ നടക്കുന്നു. ഒരു ക്യാമ്പസ് മുഴുവനും അവരുടെ പിന്നിൽ അണിചേർന്ന് കഴിഞ്ഞു. ലഹരികളിൽ നീരാടി തളരുന്നൊരു തലമുറ തൻ താവളമായി മാറുകയാണിവിടം. ലഹരികളിൽ നീരാടി തളരുന്നൊരു തലമുറ തൻ താവളമായി മാറുകയാണിവിടം. പ്രപഞ്ചത്തിന്റെ ആത്മാവ് മന്ത്രിച്ചുകൊണ്ടേയിരിക്കട്ടെ. തമസോമ ജ്യോതിർഗമയ. നന്ദി, നമസ്കാരം. വേദിയിലെടുത്തായി കഥാപ്രസംഗം സീനിയർ, ചെസ് നമ്പർ KAD4. മാന്യ സദസ്സിന് വന്ദനം. ചിലപ്പതികാരം എന്ന മഹാകാവ്യത്തിലെ കഥ കണ്ണകി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന കഥ. ചോളനാട്ടിലെ കാവേരി പൂമ്പട്ടണം. ആ പട്ടണത്തിലെ വൻ ശ്രേഷ്ഠനാണ് കോവലൻ. ആ യുവാവ് മഹാധനികൻ മാത്രമല്ല, ദേവരൂപനാണവൻ, കാമകോമളൻ. തേരിറങ്ങി വന്നു ഇന്ദ്രതുല്യനാണവൻ. ഏവരും പുകഴ്ന്നു പാടുമാവനീശ്വരൻ. സർവസദ്ഗുണങ്ങളും തികഞ്ഞ കോവലൻ. സർവസൗഭാഗ്യങ്ങളും തികഞ്ഞ കോവലന്റെ പ്രിയ പത്നിയാണ് കണ്ണകി. സുന്ദരിയും സുശീലയുമായ കണ്ണകിയെ ആണ്ടവൻ കോവിലിൽ വെച്ച് ആദ്യമായി കണ്ടുമുട്ടിയ ആ അസുലഭ നിമിഷത്തെ അവൻ ഇടയ്ക്ക് അവളെ ഓർമ്മിപ്പിക്കും. കണ്ണകി, ഉണ്മയ്ക്കടിച്ചത് എൻ മഹാഭാഗ്യം. നീയല്ലാമൽ എനിക്ക് വാഴ്വേ ഇല്ലേ. അത് കേൾക്കെ അവളുടെ കവിൾ നാണം കൊണ്ട് തുടുത്തു പോകും. ആഹ്ലാദമായ തിരുനാൾ കൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. ആയിട്ട് അമ്മൻ കോവിലിൽ ഉത്സവത്തിന് കൊടികേറി. തോരണങ്ങളും കമാനങ്ങളും ഒരുങ്ങി. തേരും തേരോട്ടവും ഉണർന്നു. എല്ലാത്തിനും മുൻപതി കോവലൻ തന്നെ. തെരുക്കൂത്ത് ആരംഭിക്കുകയായി. 4 നാട്ടിലും പേരുകേട്ട അഴക് റാണി മാധവിയാണ് നർത്തകി. ദീപകാന്ത തെളിഞ്ഞു. നൃത്തവേദി ഉണർന്നു. മിന്നിൽ കൊടി പോലെ ചട്ടുല താളമേളങ്ങളിൽ മതി മറന്നാടുന്ന മാധവി ഒരു സ്വർഗറാണിയായി മാറും. ആനന്ദലഹരിയിൽ അകം നിറഞ്ഞാടുന്ന ആയിരങ്ങൾ. നൃത്തം അവസാനിച്ചു. കരഘോഷങ്ങൾക്ക് മുന്നിൽ കൈതൊഴുത് നർത്തകി അണിയറയിലേക്ക് മറങ്ങി. മായികമായോ ഇതോ വിഭ്രാന്തിയിൽ മതിമറന്നു നിന്ന കോവലൻ അതാ അണിയറയിലേക്ക് പായുന്നു. അവിടെ സ്വപ്നം വിടരുന്ന കടമിഴികളോടെ പൂപ്പുഞ്ചിരിയുമായി നിൽക്കുന്നു മാധവി. ഞൊടിയിടയിൽ കോവലൻ തന്റെ രത്നഹാരം മൂരിയെടുത്ത് അവൾക്ക് നേരെ നീട്ടി. മണി കിലുങ്ങുമട്ടി കുലുങ്ങി ചിരിച്ചുകൊണ്ട് അവൾ കൈ നീട്ടി. ആ കൈകൾ ഞൊടി നേരം പുണർന്നിരുന്നു. പ്രിയരെ, കോവലന്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു ആ നൃത്തസന്ധ്യ. അന്ന് തൊട്ട് അവനാകെ മാറി. വീട്ടിലെത്തുന്നത് തന്നെ വല്ലപ്പോഴുമാണ്. അവനെ കണ്ണകിയെ കാണുന്നതിന് ചതുർത്ഥിയാണെന്ന്. മദ്യപിച്ച് വന്ന് ബഹളം കൂട്ടുന്ന കോവലന്റെ കാലിൽ പിടിച്ച് അവൾ കണ്ണീരോട് ചോദിക്കും, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അങ്ങ് എന്തിനിങ്ങനെ നശിക്കുന്നു? ഛീ, മാറി നിള്ളേനെ പിന്നാമേ. ആരെ നീ കുണി മടുത്തു പോ പുറത്ത് പ്രേതാമി.
മാധവി എനിക്ക് സ്വർഗരാജ്യമാണ് കാമിനി, ആ മനോഹരങ്കി നിന്ന ചുറ്റുവട്ടമെത്തുവാൻ 7 ജന്മമെങ്കിലും ജനിക്കണം, നീ ഓർക്കണം. കണ്ണകിയുടെ കണ്ണീരിൽ കുതിർന്ന നാളുകൾ കൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. കോവലൻ തിരിച്ചു വന്നില്ല. കാഞ്ചീപുരത്തെ മട്ടുപ്പാവിൽ മാധവി കോവലൻ മയക്കിയെടുക്കുകയാണ്. ആടിയും പാടിയും പ്രണയപുവാടിയിൽ 2 കോകിലങ്ങൾ പോലെ രമിച്ചുവാണു. പാടെ മറന്നവൻ സർവസമ്പത്തും നൽകി പ്രേമധാമത്തെ തന്നെ സ്വന്തമാക്കിയിടാൻ വിമ്പി. മാധവിയുടെ മാലാവലയത്തിൽ കുടുങ്ങിയ കോവലൻ അവൾ ആഗ്രഹിച്ചതെന്തും അക്കാൽ കീഴിൽ സമർപ്പിച്ചു. ആ നൃത്തക്കാരിയുടെ കടൻ കണ്ണിൽ കോണിൽ ഒരു കളിപ്പാവിയെ പോലെ അവൻ കുലുങ്ങിക്കിടന്നു. എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ മാധവിയുടെ മട്ടുമാറി. ഒടുവിൽ കോവലന്റെ മുഖത്ത് നോക്കി അട്ടഹസിച്ചു. കണ്ടം മദ്യപന്മാർക്ക് കയറി ഇറങ്ങാനുള്ള സത്രമല്ലിത്, കടന്നു പോ. മാധവി, ഇത് നീ തന്നെയോ? അതെ, ആള് മാറിയിട്ടില്ല. എന്താ കണ്ണു മിഴിച്ചു നോക്കുന്നത്? കടക്ക് പുറത്ത്, ആകാശിന് കൊള്ളാത്തവൻ. അവൾ വാതിലുകൾ കൊട്ടിയടിച്ചു. സർവസമ്പത്തും നഷ്ടപ്പെട്ട പാവം കോവലൻ കുറ്റബോധത്താൽ തിങ്ങുന്ന മനസ്സുമായി ഇരുട്ടിലൂടെ നടന്നു. ഒരു കുന്ന നെഞ്ചുമായൊരു ഭ്രാന്തനെ പോലെ തിരുകിൽ വിതുമ്പുന്നു പാവം. ഇനി ഏത് പാത ഇരുളാണ്ട വഴിയിൽ ഒരു കുഞ്ഞു താരവുമില്ല. ഇനി ഏത് പാത ഇരുളാണ്ട വഴിയിൽ ഒരു കുഞ്ഞു താരവുമില്ല. ആ പാതിരാവിൽ കൽവിളക്കിന് കരഞ്ഞു കലങ്ങിയ കണ്ണകി വിതുമ്പുകയായിരുന്നു. പെട്ടെന്ന് പുറത്തൊരു കാലുച്ച. യാരിത്? യാരിത്? കണ്ണകി ജനൽപ്പഴുതിലൂടെ നോക്കുമ്പോൾ കടവുളെ, കോവലൻ! അവൾ വാതിൽ തുറന്നോടിച്ചെന്ന് ആ കാൽ തൊട്ടു നന്ദിച്ചു. വാങ്ങി, ഉള്ള വാങ്ങി. കണ്ണകി, കാരുണ്യമർഹിക്കാത്ത മഹാപാപിയാണ് ഞാൻ, എനിക്ക് മാപ്പ് തരൂ. അങ്ങനെ പറയരുത്. തെറ്റുപറ്റിക്കാൻ മനുഷ്യ സഹജമല്ലേ. എനിക്ക് അങ്ങേ തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. കണ്ണകി, ജീവിക്കാൻ നമുക്കിനി എന്താണ് മാർഗം? വഴിയുണ്ട്. ഒരു പെട്ടിയിൽ നിന്ന് ഒരു പട്ടുപൊതി കയ്യിലെടുത്തു. നോക്കൂ, അങ്ങ് എന്തിനു വിഷമിക്കുന്നു? എനിക്ക് അച്ഛൻ തന്ന ഈ പൊൻചിലവുകളിൽ ഒരെണ്ണം വിറ്റാൽ നമുക്ക് ഏറെക്കാലം സുഖമായി ജീവിക്കാം. മുടങ്ങിപ്പോയ വാണിഭം വീണ്ടും ആരംഭിക്കുകയും ചെയ്യാം. ആ സ്നേഹത്തിന് മുന്നിൽ കോവലന്റെ കണ്ണ് നിറഞ്ഞുപോയി. നാനീഷ്കർമ്മം പുരുഷ സഭാഗ്യം എന്ന മഹത് വചനം കോവലൻ അനുഭവിച്ചറിയുകയായിരുന്നു. പിറ്റേന്ന് തന്നെ കോവലൻ ചിലമ്പ് വിറ്റാൽ മധുരയിലേക്ക് പുറപ്പെട്ടു. പാണ്ഡ്യനാട്ടിലെ പേരുകേട്ട രക്തം വ്യാപാരിയായ നഗരവീര പെരുന്തട്ടാന്റെ കടയിലെത്തി. വയറും കുറുക്കം കണ്ണോളുള്ള പെരുന്തട്ടാൻ ചിലമ്പ് വാങ്ങി തിരിച്ചു മറിച്ചു നോക്കി. ഉക്കാറുക ഉക്കാറുക, കൊൻസ ഉക്കാറുക, നാണതേ വന്നിട്ടെ. തട്ടാൻ ചിലമ്പുമായി അകത്തേക്ക് കയറി. ഏറിക്കഴിഞ്ഞില്ല, ഒരു കുതിരവണ്ടി പാണ്ട് വന്ന് കടയുടെ മുന്നിൽ നിന്നു. ചാടിയിറങ്ങിയ രാജഭടന്മാർ കോവലനെ വണ്ടിയിലേക്ക് വലിച്ചഴിച്ചു. തമ്പുരാട്ടിയുടെ ചിലമ്പ് കേട്ട പെരുങ്കള, കേരള വണ്ടിയിലേക്ക്. തട്ടാൻ കുടവയറും കുലുക്കി ചിരിച്ചു. ഞാൻ തട്ടിയെടുത്ത തമ്പുരാട്ടിയുടെ ചിലമ്പ് പോലുള്ള ഒരെണ്ണം എൻ്റെ കയ്യിൽ തന്നെ വന്ന് പെട്ടത് മഹാഭാഗ്യം. കള്ളനെ പിടിച്ചു കൊടുക്കുന്ന സവാനം വരും. ആടവാ. വാർത്ത കാട്ടുതീയായി. തമ്പുരാട്ടിയുടെ ചിലമ്പ് കേട്ട് കള്ളനെ കാണാൻ ജനം കൊട്ടാരത്തിലേക്ക് ഓടി. ചിലമ്പ് ഉയർത്തിക്കാട്ടി പാണ്ഡ്യമന്നൻ ആജ്ഞാപിച്ചു. തലവെട്ടിയെറിയവിൻ തെരുവിലി കള്ളനെ, ഇനിമേലിൽ ഇതുപോൽ കവർച്ചയുണ്ടാകുല. ഒരക്ഷരം മിണ്ടാനോ ഒന്നുറക്കി കരയണോ കഴിയുന്നതിന് മുമ്പ് കോവലന്റെ തല തെറിച്ചു വീണു. ചുടുരക്തം ചീക്കി ഒഴുകി. വാർത്ത കേട്ട് ഞടുങ്ങിയ കണ്ണകി അഴിഞ്ഞുലഞ്ഞ മുടിയോടെ തീപ്പാർന്ന കണ്ണുകളുമായി കൊട്ടാരത്തിലേക്ക് ഓടി. അതിവാരമക്തനായ അലറുന്ന മന്നവ, അപരാധിയോ എന്റെ കാന്തൻ. തലവെട്ടി നീ പേരൊരുമേ സാക്ഷി, അറിയാത്ത പൊരുൾ അറിഞ്ഞോളൂ, അറിയാത്ത പൊരുൾ അറിഞ്ഞോളൂ. എന്ത് ധിക്കാരം പലമ്പുന്നു? നമ്മുടെ പ്രിയതമ്മയുടെ ചിലമ്പ് കട്ട നിന്റെ ഭർത്താവ് അപരാധി അല്ലെന്നോ? മന്നവ, നേരറിയാത്ത നിങ്ങൾക്ക് നേരെ ഞാൻ കാട്ടിത്തരാം. നോക്കൂ,
നിങ്ങൾ പിടിച്ചു വാങ്ങിയ ചിലമ്പിന്റെ ജോഡിയാണിത്. പറയൂ, തമ്പുരാട്ടിയുടെ ചിലമ്പിനകത്ത് മുത്തോ രക്തമോ? മുത്ത്, മുന്നാഴി മുത്ത് നിറച്ച ചിലമ്പാണത്. എങ്കിൽ കണ്ടോളൂ, ഈ ചിലമ്പിനകത്ത് രക്തമാണ്, അമൂല്യ രത്നങ്ങൾ. അവൾ ആ ചിലമ്പ് സഭാമണ്ഡപത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ചിലമ്പ് പൊട്ടി, രത്നങ്ങൾ നാലുപാടും ചിതറി. തമ്പുരാൻ ഞടുങ്ങി, കാണികൾ കിടിലം കൊണ്ടു. പ്രതികാര ദുർഗിയായ കണങ്ങി അള്ളറ വിളിച്ചു, ഹേ ധർമ്മം പിഴച്ച മനവ, നീയും നിന്നെ സംവസം വെന്ത് ചാമ്പലാകട്ടെ. പെട്ടെന്ന് കൊടുങ്കാറ്റുണർന്നു. കാറ്റിനുടനീളം അഗ്നിജ്വാലകൾ പടർന്നു. പാണ്ഡ്യമന്നനും കൊട്ടാരവും മധുരാപുരിയും വെന്ത് ചാമ്പലായി. പ്രിയരെ, ധർമ്മം പിഴച്ച ഭരണാധികാരികൾക്ക് ആ ധർമ്മം തന്നെ അന്തകനാകും. നന്ദി, നമസ്കാരം.